നമസ്കാരം. നമ്മളിപ്പോൾ എല്ലാവരും കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ വലിയൊരു ചൂടിലാണ്. അതെ, പ്രകൃതിയിൽ നിന്നും കിട്ടുന്നതിനേക്കാളും വലിയ വേനൽ ചൂടിനെ അതിജീവിച്ചുകൊണ്ടാണ് കേരളത്തിലെ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പ്രവർത്തകരും ജനങ്ങളും തെരഞ്ഞെടുപ്പ് ചൂടിൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായി ഒരുപാട് ആൾക്കാർ തെരഞ്ഞെടുപ്പിന്റെ പിന്നിലും മുമ്പിലും നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കാസർഗോഡ് ജില്ല ഒരു അതിർത്തി പ്രദേശമാണ് കർണാടക തൊട്ടടുക്കുന്നത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ ഭാഗമായി സെക്യൂരിറ്റി, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ പാണത്തൂർ തരികെ, മഞ്ചേശ്വരം, അതുപോലെ തന്നെ നമ്മുടെ പരപ്പ, വേലമ്പാടി, അങ്ങനെയൊക്കെ ഒരു ബോർഡർ ആണ്. അപ്പൊ ഞാനിപ്പം പറയുന്നത് നമ്മുടെ വേലമ്പാടി പഞ്ചായത്തിന്റെ ബോർഡർ, പരപ്പ, പഞ്ചിക്കല്ലി, കാസർഗോഡ് നിന്ന് കർണാടക സുള്ളിയെ പോകുന്ന റൂട്ട്, ഇതൊക്കെ ഒരു വലിയ സെക്യൂരിറ്റിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പോലീസിനെയും റവന്യൂ വകുപ്പിനെയും ഒക്കെ വിന്യസിപ്പിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെ ജനങ്ങൾക്ക് എന്തിനാണ് ഇത്? പലരും പറയുന്നു ഇതൊക്കെ ഒരു പ്രഹസനമാണ്, എന്തിനാണ്. പക്ഷെ അവരുടെ കൃത്യമായി അവർ പറയുന്നത് ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സാമ്പത്തികം, തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കൈക്കൂലികളും സ്ഥാനാർത്ഥികൾക്കോ അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള ഒരു ഫണ്ട് വരുത്തുന്നു. അപ്പൊ അതിനൊക്കെ തടയുക എന്ന ലക്ഷ്യമാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ അവര് കൃത്യമായിട്ട് അവർ പറയും, ഏറ്റവും ചുരുങ്ങിയ 50,000 രൂപ, ഇത് നിങ്ങളെ അറിയേണ്ടതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത്. അപ്പൊ അതിനുള്ളൊരു സോഴ്സ് കാണിക്കണം എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ വരെ അല്ല, എവിടെ യാത്ര ചെയ്യുമ്പോഴും ക്യാഷായി 50,000-ന് താഴെ ഉണ്ടാവണം എന്നാണ് കണക്കുകൾ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴെങ്കിലും ആ ഒരു 50,000-ന് താഴെ മാത്രം കൊണ്ടുപോയി നിങ്ങൾ സുരക്ഷ ഒരുക്കുക. അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് വിദേശ മദ്യം കേരളത്തിൽ കൊണ്ടുവരാൻ പാടില്ല, അതായത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പാടില്ല, അങ്ങനെയൊക്കെ നിബന്ധനകളുണ്ട്. അപ്പൊ നമ്മൾ എന്താണെന്ന് കൃത്യമായിട്ട് ഇവർ പറയുന്നത് നമ്മൾ പാലിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അതിലേക്ക് നമുക്ക് പോവാം. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒരു വാർത്ത ഞാൻ ചെയ്തു, പ്രേക്ഷകരായ നിങ്ങൾ ഉൾക്കൊള്ളും എന്ന് വിശ്വസിക്കുന്നു. 50,000 രൂപ വരെ കയ്യിൽ സൂക്ഷിക്കുക, കൊണ്ടുപോകാം. 50,000 രൂപക്ക് മുകളിലുണ്ടെങ്കിൽ ആ പൈസക്കുള്ള ഒരു റെസീറ്റ് അല്ലെങ്കിൽ തെളിവ് കാണിക്കണം. അത് എവിടെ നിന്ന് കിട്ടി, അതിൻ്റെ സോഴ്സ് കാണിക്കണം. അപ്പോൾ കൂടുതൽ പൈസ ഫണ്ട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സീസ് ചെയ്ത് നമുക്കത് ട്രഷറിയിലടക്കാം. ട്രഷറിയിലടച്ച് അവർക്ക് ഇലക്ഷന് ശേഷം അതവർക്ക് ആ തെളിവ്, ഞാൻ ഒരു അംഗീകരിക്കപ്പെട്ട പൈസയാണ്, അങ്ങനെ തെളിയിച്ചാൽ അവർക്ക് ആ പൈസ തിരിച്ചു കൊടുക്കും. അപ്പം കൂടുതൽ ആളുകൾ പൈസ ഇന്നത്തെ കാലത്ത് എങ്കിലും അങ്ങനെയുള്ള എവിഡൻസ്, തെളിവുകൾ ബാങ്കിൽ നിന്ന് പിൻവലിച്ചാണെങ്കിൽ ആ പേപ്പറിൽ വെക്കുക. മറ്റെന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങൾക്ക് വിവാഹമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പൈസ കൊണ്ടുപോകുന്നെങ്കിൽ ആ എവിഡൻസ് നമ്മളെ കാണിച്ചാൽ മതി. അതുപോലെ തന്നെ ലിക്വറൊക്കെ ഒരു പരിധി, ഒരു 3 ലിറ്ററിലെല്ലാം അധികമാണെങ്കിൽ നമ്മളത് സീസ് ചെയ്ത്. അതിപ്പോൾ കർണാടകയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അങ്ങനെയുണ്ടോ? കർണാടകത്തിൽ നിന്ന് ലിക്വർ കൊണ്ടുവരാൻ പറ്റില്ല, കർണാടകത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ കേരളത്തിലാണെങ്കിൽ 3 ലിറ്റർ വരെ വിൽക്കാൻ പറ്റും. ഇവിടുത്തെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റാണ് എസ് രമേഷ് കുമാർ. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് നമ്മുടെ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായി. ഈ വാർത്ത ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.